വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഇത്രത്തോളം നടത്തി കൊണ്ടുവന്നതിനെ നാം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 92-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ശബത്ത് നാളിൽ പാടുവാനായിട്ട് സ്തോത്രം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ മിഡിൽ വാക്യമാണ് 8-ാമത്തെ വാക്യം. ഇതേ സ്തോത്രം നമ്മൾ പല വിധത്തിലാണ് ദൈവവചനം പഠിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ചിലതൊക്കെ സംഗ്രഹിക്കണമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയാൽ ഒറ്റ ലൈനിൽ ആദ്യത്തെ 7 വാക്യം കഴിഞ്ഞു 8-ാമത്തെ വീണ്ടും 7 വാക്യം. അതിൻ്റെ നടുവിൽ കൊണ്ട് ഒരു വാക്യം ഇതിരിക്കുക: നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ: നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. എന്നിട്ട് അത് പറഞ്ഞാൽ തുടങ്ങുന്നേ: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളോവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. എന്നിട്ട് പറയാം: 10 കമ്പിയുള്ള സ്തോത്രം വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും. അതുകൊണ്ട് ഇന്നാണ് ഇത്രയും മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വന്നത്. ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എല്ലാം പ്രാരംഭം ദാവീദാ കിടക്കുന്നത്. അതൊന്നും വലിയ സ്തോത്രം കാട്ടിൽ കൂടെ നടക്കുമ്പോൾ സ്തോത്രം പണ്ട് നമ്മളൊക്കെ ഓരോ കമ്പൊടിച്ചും ഒക്കെ ഓരോന്ന് ചെയ്തതുപോലെ ഓരോന്ന് ചെയ്ത കിന്നരം തൻ്റെ കൈകൊണ്ടുണ്ടാക്കി ഒക്കെ ദൈവത്തെ പാടി സ്തുതിച്ചു. അങ്ങനെയൊക്കെ ഈ ആടിനെ തീറ്റുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്തോത്രം ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ച്, ആ സ്തുതിക്കാൻ പല കാരണങ്ങൾ കാണും. ഈശായുടെ 8-ാമത്തെ മകനാണ്. 7 മക്കളുണ്ട്. സ്തോത്രം. ഇപ്പോൾ താൻ മാത്രമാണ് ഈ ആടിനെ തീറ്റി ഈ കാട്ടിലായിരിക്കുന്നത്. സ്തോത്രം. ബാക്കിയുള്ള മക്കള് പട്ടാളത്തിലുണ്ട്. സ്തോത്രം. അപ്പം അത്ര തലയും നമ്മൾ പറയുന്ന പോലെ പുലിയോ പോലെ ഇരിക്കുന്ന വലിയ യോദ്ധാക്കളാണ്. ആ സമയത്ത് തന്നെ ഒരു സ്തോത്രം നിസ്സാരനായിട്ട് ഇളയ ഒരു പൈതൽ. സ്തോത്രം. ആ സമയത്ത് ആ വേദന കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നേ, പാടിയതൊക്കെ. സ്തോത്രം. ഇങ്ങനെയൊക്കെ അതൊന്നും അന്നേരം എഴുതി വെച്ചതൊന്നും അല്ല പാടിയത്. പക്ഷെ ഇങ്ങനെ പാടുന്നു. അപ്പൻ്റെ ആടുകളെ നോക്കുന്നു. അപ്പൻ്റെ ആടുകളെ നോക്കുമ്പോഴും പാട്ട് പാടുമ്പോൾ ആ പാട്ടിനകത്തെ സ്തോത്രം തൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുകയല്ല. ആ സമയത്തും ഒരാടിനെ പോലും ദുഷ്ടന് കൊടുക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ലോകപരമായി നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ ജ്ഞാനമല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അത് ചോദിച്ചാൽ മതിയല്ലോ. എന്തു ജ്ഞാനവും എന്തു കൃപയും എന്തു പരിജ്ഞാനവും തരും. ഒരുവന് കുറവാണെങ്കിൽ ഔദാര്യമായി തരുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അപ്പൊ നമ്മൾ ചോദിച്ചാൽ മതി. ചിലരൊന്നും ചോദിക്കത്തൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാട്ടിലൊക്കെ ഇങ്ങനെ പാടി നടക്കുമ്പോൾ സ്തോത്രം ഇവരെ ഇങ്ങനെ ദൈവം വാച്ച് ചെയ്യുമ്പോൾ ദൈവം എന്തായിരിക്കും ചിന്തിച്ചത്? എന്തായിരിക്കും? എനിക്ക് ഭൂമിയിൽ വസിക്കാൻ ഒരു ആലയം എന്ത് ചെയ്യണം, പണിയണം. അതിൻ്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം ആർക്ക് കൊടുക്കണം? എന്നിട്ട് ഇവൻ ഈ ഉണ്ടാക്കിയ ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഇവിടെ കൊണ്ടുവരണം. ആലയത്തിൽ കൊണ്ടുവന്ന് എന്നെ മഹത്വീകരിക്കുന്നവനായി. ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും ഒക്കെ സ്തോത്രം 4000 പേരെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഉള്ളി അവർ ഗായക സംഘമായി നിൽക്കുക. ആകെ കൂടി അവിടെ ജോലി എന്താ? സ്തോത്രം ചെയ്യുക. 4000 പേരെ സ്തോത്രം ചെയ്യുവാനാക്കി വെച്ചത്. എടുത്തവരുണ്ടെങ്കിൽ ഇത് വായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാൻ വേണ്ടി മാത്രം സ്തോത്രം 4000 പേരെ ആക്കി വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അതൊന്ന് ചിന്തിച്ച്, അത്ര വലിയ കാര്യമല്ലേ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ആലോചന വരുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞു വിടുന്നതാ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാ പിന്നെ വിട്ടുകളഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എത്രാമത്തെ വാക്യമാണ്?
11-ന്റെ 17 വായന ആദ്യം വായന, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ആ ആ ആ ആ ആ അപ്പം ഒരു യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുന്ന ജനം ഇന്ന് നമ്മളിരിക്കുന്ന പോലൊന്നുമല്ല. എന്താ കാര്യം? ഒറ്റ ആലയമേ ഉള്ളൂ. അതിലേക്ക് വരാം. ഇതിന് തപ്പിക്കൊണ്ടിരിക്കണം. ഞാൻ ആ വാക്യം പറയാം. 1 ദിനവൃത്താന്തം 23-5, അല്ലെങ്കിൽ നിങ്ങൾ തപ്പിക്കൊണ്ടേ ഇരിക്കും. 23-5 അതോടെ എടുത്തു വെച്ചാൽ മതി. അവിടെ വെയിറ്റ് ചെയ്യും. 1 ദിനവൃത്ത ക്രോണിക്കൽസ് ചാപ്റ്റർ 23 വേഴ്സ് 5 അവിടെ നിർത്തട്ടെ. സത്രം എത്ര 4000 പേര്. മതി അവിടെ നിർത്ത്, വായിക്കാൻ നോക്ക്. അപ്പോൾ ഇവിടെ നോക്കണം, 12 ഗോത്രം, 12 ഗോത്രം, പിന്നെയും ലേവി ഗോത്രം. ലേവി ഗോത്രം കൂടാതെ എത്ര ഉണ്ട്? 12. ലേവി ഗോത്രത്തിലുള്ളവരെല്ലാം പുരോഹിത ഗണമായിട്ട് വേർതിരിച്ച. അപ്പോൾ ഒറ്റ ആലയമേ ഉള്ളൂ. അവിടെയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ എത്ര ലക്ഷം ജനമാണ് നിന്ദിച്ചു നോക്കി. അത്രയും ലക്ഷം ജനത്തിൻ്റെ അടുവിൽ സ്തോത്രം ഇപ്പം വായിച്ച വാക്യം, അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരെന്ത് അങ്ങനെയാണോ വായിക്കുന്നത്? വായിച്ചേ. ഇപ്പം വായിച്ച വാക്യം വായിരേ, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 17-ാം വാക്യം 2-11-17. ആസാഫിന്റെ മകനായ അവന്റെ പ്രത്യേകത എന്തുവാ? ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? സ്തോത്രം. അന്നത്തെ കാലത്ത് സ്തോത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? സ്തോത്രം. എബ്രായ ലേഖനം 13-15 എടുക്കണ്ട. എന്താണ് സ്തോത്രം? യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പീൻ. അപ്പൊ സ്തോത്രം എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ, യേശുക്രിസ്തുവിൽ കൂടെ പിതാവിന്റെ നാമത്തെ ഏറ്റുപറയുന്നതാണ്. അപ്പം അന്ന് യേശുക്രിസ്തു വെളിപ്പെട്ടില്ല എങ്കിൽ പോലും പിതാവിന് മഹത്വം കൊടുത്ത് സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നേ? അപ്പൊ നമ്മളുടെ ചില പ്രത്യേകതകൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവം ശ്രദ്ധിക്കുന്നു. മറ്റാർക്കും ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകതയാണ്. ചിലപ്പോൾ ചില കാര്യം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലർ സ്തോത്രം പറഞ്ഞായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ വിവരിച്ചായിരിക്കും. അപ്പം നമ്മളിലുള്ള ദൈവസന്നിധിയിലുള്ള ചില പ്രത്യേകതകൾ ആര് ശ്രദ്ധിക്കുന്നു? ദൈവം ശ്രദ്ധിക്കുന്നു. അപ്പം മൗനമായിരിക്കുന്ന ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇപ്പോൾ പറഞ്ഞത് 1 ദിനവൃത്താന്തം 23-5 വാക്യത്തിൽ വായിരേ, 4000 പേർ കണ്ടോ? ഈ വാദ്യങ്ങളാൽ 4000 പേരുടെ ജോലി എന്താ? നിന്ന് സ്തോത്രം 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 വന്നു. 4000 പേര് ഒന്നിച്ച് സ്തോത്രം പാടി ആരാധിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടേ. നമുക്കിന്ന് ഇതൊക്കെ ഒരു മടിയാ. സ്തോത്രം. അപ്പോൾ ഇത് അത്ര ശ്രേഷ്ഠമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ബലഹീനനെ പോലെ നടക്കുന്ന, അപ്പൻ്റെ സ്നേഹമില്ലാത്ത, സ്നേഹം കിട്ടാത്ത, അമ്മയുടെ സ്നേഹം കിട്ടാത്ത, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാത്ത, എന്തിനതി അവൻ വീട്ടിൽ വന്നിട്ട് എത്ര നാളായെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. വീട്ടിൽ വലിയ ഇസ്രായേലിലുള്ള 12 ഗോത്രങ്ങളിലുമുള്ള ദാൻ മുതൽ ബെർശേബ വരെ വിറയ്ക്കുന്ന ശൗമേൽ പ്രവാചകൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും ഈ മകനെ വിളിച്ചു വരുത്താൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇവനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുവാണോ? പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തെ സ്തുതിച്ചവനെ കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തു. ഇവന്റെ നാമം, എന്നെ സ്നേഹിക്കുന്ന സർവരുടെ നാവിൽ ദാവീദിന്റെ നാമം ഉണ്ടായിരിക്കണമെന്ന്. നീ ഞെരുക്കത്തിന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ നടക്കുമ്പോൾ, പിതാവോ മാതാവോ തുണയാളിയോ നിന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവരെ വേണ്ടവണ്ണം ബഹുമാനിക്കാതോ മാനിക്കാതോ ഇരിക്കുമ്പോഴും നീ ദൈവത്തോട് പറ്റി നടന്നുകൊണ്ട് നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ തലയെ ഉയർത്താൻ എന്റെ ദൈവം ശക്തനാണ്. കരമുയർത്തി ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, വാദ്യഘോഷം, അനേക വാദ്യഘോഷങ്ങൾ വെച്ചുകൊണ്ട് ഇന്നത്തെ പോലെ ഹല്ലേലൂയ വലിയ മിനുക്കി ഇന്നെല്ലാം സ്തോത്രം ചിപ്പിനകത്ത് ഒതുക്കി വളരെ സ്തോത്രം ചെറുതാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. അന്ന് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എന്നാലും സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ അതെല്ലാം ഉപയോഗിച്ച് ഹല്ലേലൂയ. ഇന്ന് നമ്മൾ എല്ലാം ഒരു ഓർഗനേൽ സ്തോത്രം ഒതുക്കി
മറ്റേത് അതല്ല, ഇങ്ങനെ നിരന്നിരുന്ന് തബലയടിക്കുന്നു, സ്തോത്ര ഹല്ലേലൂയ, സൈത്രം പഠിക്കുന്നു, എന്തെല്ലാം ഇൻസ്ട്രുമെൻ്റ് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. സ്തോത്രം. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം തിരിച്ചു വരണം, ഇതെല്ലാം തിരിച്ചു വരണം. ഇവിടെ ദാവീദ് അവിടെ പാടി തുടങ്ങുന്നത് എന്താ? ഹല്ലേലൂയ, 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ അവന്റെ ദയം, രാത്രി തോറും അവന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സുണരണം. നമ്മൾ ഈ കേട്ടങ്ങ് മറന്നു പോകുന്നവരായിട്ടല്ല. ആ നല്ലതായി എന്നല്ല, നമ്മൾ വരുമ്പോൾ തന്നെ കുനിഞ്ഞിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ യേശുവിൻ്റെ രക്തത്താൽ കരുകണമേ, എന്നെ ആദരത്തെ. അതെന്താ കാര്യം? അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഇരുന്നാൽ, ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കരുകൽ പ്രാപിക്കണം. എന്താ കാര്യം? കണ്ണി കണ്ട കാര്യങ്ങളെല്ലാം ഈ വാ കൊണ്ട് സ്തുതി പറഞ്ഞതാ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാതെ അവൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് വേണം അവനെ സ്തുതിക്കാൻ. സ്തോത്രം. ചെവിയെ ശുദ്ധീകരിക്കണം. അല്ലെ, എന്തിനാ? സ്തോത്രം. കണ്ണി കണ്ടതെല്ലാം കേട്ടതാ. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക, എനിക്ക് എന്ത് ശബ്ദം കേൾക്കണം? ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് നിന്റെ കാത് ശുദ്ധീകരിക്കപ്പെടണം. ഇതൊക്കെ ഇതിനകത്ത് ലേവ്യ പുസ്തകത്തിൽ ഓരോന്നും പുരോഹിതനെ സ്തോത്രം ഈ അഭിഷേകം ചെയ്യാൻ നിൽക്കുമ്പോൾ സ്തോത്രം ഈ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് അവന്റെ കാതിൽ പുരട്ടുന്നു, കയ്യിന്റെ കാലിന്റെ തള്ളവിരലിൽ പെട്ടുന്നു, അവന്റെ തലയിൽ പുരട്ടുന്നു. നിങ്ങൾ നോക്കണം, അതെന്താ കാര്യം? സ്തോത്രം. ആ ആലയത്തിലുള്ള തവിയാകട്ടെ സ്തോത്രം എന്തിനെ കരിന്തിരി മുറിക്കുന്ന കത്രിക വരെ അഭിഷേകത്തിന്റെ ഇതിനകത്താണ് എടുത്തിരിക്കുന്നത്. അഭിഷേകമില്ലാത്തതൊന്നും ആലയത്തിലില്ല. ഇതാണ് ദൈവത്തിന്റെ ആലയം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും അഭിഷേകമുണ്ട്. അതുകൊണ്ട് അവരുടെ നടുവിൽ ഒരു ബലഹീനനുമില്ല എന്ന് പറയുന്നത്. പണത്തിന്റെ വലിപ്പത്തിലല്ല ബലഹീനത ഇല്ലെന്ന് പറയുന്നത്, പിന്നെയോ അഭിഷേകമുള്ളത് കൊണ്ട് ബലഹീനതയില്ല. സ്തോത്രം. അപ്പൊ ഇതെല്ലാം ചോദിച്ചു വാങ്ങണം. സമയം തീർന്നു. സ്തോത്രം. ഇതെല്ലാം ചോദിച്ച് വാങ്ങണം. നമ്മൾ 4 വാക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയമായി. സ്തോത്രം. അതിനുവേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞങ്ങൾക്ക് മണിക്കൂറുകൾ ആരാധിക്കണം, എഴുന്നേറ്റ് പോകാതെ. സ്തോത്രം. ഞങ്ങൾക്ക് തൃപ്തിയാകുവോളം ഒന്ന് ആരാധിക്കണം. അതിന് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിപ്പാൻ സാഹചര്യം തരണമേ, മുഖാന്തരം തരണമേ, അതിനുള്ള സമയം തരണമേ, അവസരങ്ങൾ തരണമേ. സ്വർഗത്തെ ആയിരങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് സ്തോത്രം ചെയ്യുവാൻ ദൈവം ഒരുക്കി തരണമേ. ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് അനേകം മണിക്കൂറുകൾ ഒന്നിച്ച് ദൈവത്തെ ആർപ്പിട്ട് ആരാധിക്കുവോ. ഞങ്ങൾക്ക് സമയവും സാഹചര്യവും കൃപയും തരണമേ. കരമടിച്ച് ശക്തമായി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം അറിയുന്നുണ്ട്. ഞാൻ ഈ സങ്കീർത്തനം മാത്രം മതി ഇന്ന് നമ്മളുടെ സ്തോത്രം നമുക്ക് ഉള്ള ദൂതെല്ലാം അതിനകത്തുണ്ട്. സ്തോത്രം. ശത്രുവിനെ കുറിച്ചൊക്കെ സ്തോത്രം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 9-ാം ഭാഗത്ത് യഹോവയുടെ സ്തോത്രം, യഹോവേ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 10-ാം വാക്യം എങ്കിലും വ്യക്തിപരമായി വരിക. എങ്കിൽ എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ഉയർത്തും. സ്തോത്രം. നിന്ന് ചോദിക്കേ, കണ്ണി കണ്ട മാനിനെയും കണ്ണി കണ്ട സ്തോത്രം എല്ലാറ്റിനെയും കടിച്ചു കീറി തിന്നുന്ന സിംഹം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം കടിച്ചു കീറി തിന്നെന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ മാംസം എന്ന് പറയുന്നത് ബാക്കിയുള്ളത് തിന്നതിൻ്റെ വൈറ്റമിനൊക്കെ ഉള്ള അങ്ങനെ എടുത്ത മാംസം മാത്രം എന്ത് ചെയ്യുന്നേ? തിന്നുന്നേ. പക്ഷേ ഈ മാംസം തിന്നുന്ന സിംഹമുണ്ടല്ലോ, കാട്ടുപോത്തിൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. എന്താ? കിഴങ്ങും പുല്ലും ഒക്കെ തിന്നുന്ന. അതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. വലിയ ഹോട്ടലുകളിലൊക്കെ ഇരുന്ന് വലിയ ഒട്ടകത്തെയും വലിയ സ്തോത്രമൊക്കെ ശാപ്പാടടിക്കുന്ന സ്തോത്രം, അവനുള്ള പുഷ്ടിയല്ല ദൈവത്തെ ആരാധിക്കുന്ന നിനക്കുള്ളത്. നിന്റെ മുമ്പിൽ അവൻ നിൽക്കുകയില്ലെന്ന്. സ്തോത്രം. നീതിമാന്റെ സഭയിൽ ദുഷ്ടൻ നിവർന്നു നിൽക്കുകയില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളെ കാണിക്കും. ഇതൊക്കെ നമുക്ക് കാണിച്ചിട്ടില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ സ്തോത്രം ശാഖപദാർത്ഥവും പച്ചവെള്ളവും കരിച്ചവന്റെ മുഖം എന്ത് ചെയ്തു? തേജസ് കൊണ്ട് നിറഞ്ഞു. എന്നാൽ രാജകീയ ഭോജനം കരിച്ചവനേക്കാൾ ശാഖപദാർത്ഥവും പച്ചവെള്ളവും കരിച്ചു ദൈവത്തെ സ്തുതിച്ചവന്റെ മുഖം മറ്റതിനേക്കാൾ 10 ഇരട്ടി ശോഭയുള്ളതായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നീ കരഞ്ഞു നിൽക്കുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ തേജസ് ലോകത്തിലുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ തേജസ്സാണ് നിന്നിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ 12-ാമത്തെ വാക്യം, നീതിമാൻ. നമ്മൾ ഈ പറഞ്ഞ് നമ്മളും ദൈവമക്കൾ ആരെങ്കിലും ജാതികളും ആരെങ്കിലും പറഞ്ഞതൊക്കെ കേട്ട് പിന്നെ നമ്മൾ പറയും ദുഷ്ടൻ പന പോലെ
തലയ്ക്കും എന്നൊക്കെ ഇതങ്ങനെ വചനമൊന്നുമില്ല ബൈബിളിൽ. പക്ഷെ നമ്മൾ ആരാണ്ട് പറഞ്ഞതാ. നോക്കണം 12-ാമത്തെ വാക്യം, നീതിമാൻ പന പോലെ തലയ്ക്കും. സ്തോത്രം. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നോക്കി അടുത്തത്, ആലയത്തിൽ വന്നാൽ നീ ഉത്സാഹം കാണിക്കുന്നെങ്കിൽ, എരിവ് കാണിക്കുന്നെങ്കിൽ, ആലയത്തിൽ നടുതലയായവൻ യഹോവയുടെ പ്രാകാരങ്ങളിൽ തലയ്ക്ക് വന്ന്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തലയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചുമിരിക്കും. എന്തിനാണെന്നറിയാമോ? യഹോവ നേരുള്ളവൻ, അവനിന്റെ പറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന്. അവനെ സ്തുതിക്കുന്നവരെ അവൻ മാനിക്കും, അവനിൽ നീതികേടില്ലെന്ന് കാണിക്കേണ്ടതിനാ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞവിടെ നിർത്തുകയാണ്.